നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പലപ്പോഴും മുടി കിട്ടാറുണ്ട്. ഉമ്മയുടേതെയോ ഭാര്യയുടെയോ നമ്മുടെ വീട്ടിലെ മറ്റേതെങ്കിലും സ്ത്രീകളുടെ. അപ്പൊ നമ്മുടെ അവസ്ഥകൾ എന്തായിരിക്കും? ചില ആളുകൾ ഭക്ഷണം വാരി വിതറുന്നു, ആ പ്ലേറ്റ് അടക്കുന്നു, അവൻ ദേഷ്യം കൊണ്ട് എന്തെല്ലാം ചെയ്യുന്നു. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങൾ ഒരു സഹാബിയുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോ ആ വെള്ളത്തിൽ നിന്ന് മുടി കിട്ടി. തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ജമ്മിൽഹു, ഈ മുടിയുടെ ആൾക്കിരി ബറക്കത്ത് ചെയ്യണേ, അദ്ദേഹത്തിന് ഗ്ലാമറിനെ അധികരിപ്പിച്ചു കൊടുക്കണേ. ഇതായിരിക്കണം നമ്മുടെ മാതൃക. ഒരു മുടി കിട്ടുമ്പോഴേക്ക് നമ്മുടെ ഈമാൻ ഒരിക്കലും തുറന്നു പോകാൻ പാടില്ല. മുടി ഒരിക്കലും ഇസ്ലാമിന് നജസല്ല. ആ മുടി മാറ്റി നിർത്തി ബാക്കിയുള്ള ഭാഗം കഴിക്കുന്നതിന് ഇസ്ലാമികമായിട്ട് യാതൊരു വിരോധമില്ല. അതുകൊണ്ട് നമ്മളൊക്കെ തൽസ്വഭാവത്തിന്റെ ആളുകളായി മാറണം. ഈ സഹാബി 93 വയസ്സുവരെ ഒരു മുടിക്കും കേടുപറ്റാതെ മുടി നിരക്കാത്ത രീതിയിൽ 93 വയസ്സുവരെ ജീവിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മുടി കിട്ടുമ്പോഴേക്ക് നമ്മളാരും ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. തലേന്ന് രാത്രി എന്തു നല്ല മുടികൾ എന്നും പറഞ്ഞ് ഭാര്യയുടെ തലയിൽ തലോടിയ മനുഷ്യനാണ് ആ മുടി സ്ഥലം മാറി തന്റെ ഭക്ഷണത്തിലാകുമ്പോ അവൻ ദേഷ്യപ്പെടുന്നതും അവന്റെ വായിൽ നിന്ന് ഇസ്ലാമിനെ നിരക്കാത്ത സഭ്യേതരമായ വാക്കുകൾ വരുന്നതും. അതുകൊണ്ട് നമ്മളൊക്കെ സ്ഥലസ്വഭാവത്തിന്റെ ആളുകളാവുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.